ചേട്ടൻ പോയി നോക്കിയിട്ട് ഉം, ഉം. എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു രക്ഷയുള്ളൂ. ശരി, കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി അതും കൂടി ചെയ്യാണ്ടിരിക്കുക ഞാൻ. ഇതാണ് ഞങ്ങൾക്കുള്ളൊരു ധൈര്യം. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ധൈര്യം എവിടെ നിന്നും കിട്ടില്ല. ബാലേട്ടൻ ഈ പറയണ ഈ ഉറപ്പുണ്ടല്ലോ, അതിൽ നമുക്ക് ഏകദേശം ഒരു ധൈര്യമുണ്ട്. ബാലേട്ടൻ അവിടെ പോയിട്ട് നാളെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, നമുക്ക് എന്തായാലും ഇതിനൊരു പോംവഴി തീർച്ചയായിട്ടും കാണാം. അവിടെ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും നോക്കണം, നമുക്ക് നോക്കാം. അതെ, അവിടെ ആളുണ്ടോയെന്ന് അറിയണം, അതേ ഇപ്പോൾ ഇതുള്ളൂ. അതാണ് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതാണല്ലോ. ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടാവും അല്ലേ? കുറച്ച് ദൂരമുണ്ട്. ഓക്കെ. ഒരു ഭദ്രകാളുടെ ക്ഷേത്രമാണെന്നാണ് അയ്യോ, അത് പറഞ്ഞത്. ഭയങ്കര ശക്തിപ്പെട്ട അമ്പലമല്ലേ. ശരി. ആ, അപ്പോൾ ഞങ്ങൾ ഈ നിസ്സാര കാര്യങ്ങൾ സ്ഥലമല്ല അത്. അപ്പോൾ ബാലേട്ടൻ പറയണത് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഇത് രണ്ടും ഇവിടെയുള്ള ഭദ്രകാളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജിച്ചു കൊണ്ടുവന്ന പുണ്യമാണ്, ഇത് നാരങ്ങയാണ്. ഇത് രണ്ടും നമ്മൾ ആ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആവുമ്പോഴേക്ക് ആ റൂമിൽ